ഹലോ ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ക്യാൻസൽ ചെയ്യുക. വേറെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ കാശൊന്നും കിട്ടൂടായി. ആദ്യം വിളിച്ചപ്പോൾ നീ കളവിന്റെ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന് ആകപ്പാടെ ഒരു തികട്ട ദിവസമായിരുന്നു. ഞാൻ ഇത്രയും നാൾ സൊമാറ്റോ ഓടിയിട്ട് കാശൊന്നും കുറവായിരിക്കും ക്യാൻസൽ ചെയ്ത ഓർഡറിനാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എന്റെ പ്ലാൻ. ഉള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ 7 ഓർഡർ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ചുമ്മാ നമ്മുടെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ കിട്ടിയ ഓർഡർ അവർ ഇൻസെന്റീവിലായിട്ട് കൂട്ടത്തില്ല. 77 രൂപയുടെ ഓർഡർ ഇതും. അപ്പൊ വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സൺഡേ സൊമാറ്റോ വീഡിയോ ആണ്. ഇന്നും ഈവനിങ് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഈവനിങ് വീഡിയോ ആയിരിക്കും. ഇന്ന് ഞാൻ 6 to 10 എടുത്തിട്ടുണ്ട് ഷിഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാം എത്ര എമൗണ്ട് കിട്ടുമെന്ന്. സൺഡേസിൽ ഇൻസെൻറ്റീവ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് 7 ഓർഡർ എടുത്താൽ 150 രൂപ എങ്ങാണ്ട് എക്സ്ട്രാ കിട്ടും. എനിക്ക് ചെറിയൊരു ദേഹം വേദന ഒക്കെ പനി വരുന്നതിന് മുന്നേ നമുക്ക് തോന്നില്ലേ, ആ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5:50 നമുക്ക് എന്തായാലും ഓൺലൈൻ ആവാം. എന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ. ഓർഡർ കിട്ടുവാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. പക്ഷേ ഷിഫ്റ്റ് ഞാൻ ഓണാക്കുകയും ചെയ്തു. എന്തായാലും പോയിട്ട് വരാം. ഒട്ടും വൈകി തിരിച്ചു വരാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നമുക്ക് നോക്കാം ഓർഡർ എവിടെ ഇരുന്നാൽ കിട്ടുമോ ഇല്ല. ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഓർഡർ അടിച്ചു. 77 രൂപയുടെ ഓർഡറാണ് അൽ ഹസൻ എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 50 രൂപ കസ്റ്റമർ നമുക്ക് ടിപ്പും തന്നിട്ടുണ്ട്. അൽ ഹസൻ ഇവിടെ അടുത്താണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, നമ്മൾ അങ്ങനെ ലൊക്കേഷനിലെത്തി. റീച്ച് ലൊക്കേഷൻ കൊടുക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് സെൽഫി എടുക്കാൻ ചോദിച്ചു. നമുക്കൊരു സെൽഫി എടുത്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് സബ്മിറ്റ് കൊടുത്ത് ഇനി പോയി ഓർഡർ പിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഓർഡർ പിക്ക് ചെയ്തു. ഇന്നിപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കമലേശ്വരമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആളെ ഒന്നും കാണാനില്ല. നമുക്ക് എന്തായാലും കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഗൈസ്, നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് എത്ര രൂപ കിട്ടി നോക്കാം. 77 രൂപയാണ് കിട്ടിയത്. കസ്റ്റമർ ടിപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ എമൗണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. പിന്നെ നമുക്കിപ്പോൾ കിട്ടിയ ഓർഡർ അവർ ഇൻസെൻറ്റീവിലായിട്ട് കൂട്ടത്തില്ല. കാരണം എനിക്കത് 6 മണിക്ക് മുന്നേ കിട്ടിയ ഓർഡറാണ്. ഒരു 5:57 ആയപ്പോൾ തന്നെ ആ ഓർഡർ അടിച്ചു. ഞാൻ ഒരു 5:50 ആയപ്പോഴേ ഓൺലൈൻ ആയാലും. അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ ഇനി മുതൽ കിട്ടുന്ന ഓർഡറേ അവർ കൂട്ടത്തുള്ളൂ. എനിക്കെന്താ ഒരു 7 ഓർഡറെങ്കിലും എടുക്കണമെന്നുണ്ട്. എന്തായാലും കിട്ടും എന്ന് വിശ്വസിക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നമുക്കിനി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോകാം. കാരണം ഇപ്പം എന്തായാലും ഞാൻ കറങ്ങിയാൽ എനിക്ക് ഓർഡർ കിട്ടത്തില്ല. ഓർഡർ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ചുമ്മാ ഓടിപ്പോയി നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ലാസ്റ്റ് കിട്ടിയ ഓർഡർ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. ഇനി അടുത്ത ഓർഡർ കിട്ടുമ്പോൾ ഇവിടെ നിന്ന് പോയില്ല. എങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി സിറ്റിക്കകത്തോട്ട് പോകും. 6:30 ആവണതിന് മുന്നേ തന്നെ അടുത്ത ഓർഡർ അടിച്ച് 20 രൂപയുടെ ഓർഡറാണ്. സെയ്ത്തൂണിലാണ്, മണക്കാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാനാണ് വിചാരിച്ചത്. ഓർഡർ വന്നുകൊണ്ടിരിക്കും. ഇന്ന് അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ദിവസമായിരിക്കും. കാരണം സൺഡേ അല്ലേ. സൺഡേ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സെയ്ത്തൂണിലോട്ട് പോകും. ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഓർഡർ റെഡിയായാൽ നോക്കാം. 3 മിനിറ്റ് എടുക്കുമെന്നാണ് ഇവർ കാണിക്കുന്നത്. ഇവിടെ പൊതുവേ ഫുഡ് കിട്ടാൻ ഭയങ്കര ലേറ്റാണ്. പിന്നെ അത് 20 രൂപയുടെ ഓർഡറാണ്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയോ ആണ്. നമുക്ക് ഓർഡർ റെഡിയായിട്ട് പോയി എടുത്തിട്ട് നോക്കാം എവിടെയാണ് കൊടുക്കാനുള്ളത്. ഫൈനലി ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ പിക്ക് ചെയ്ത് ഫുഡ് നമുക്ക് കൊടുക്കാനുള്ളത് ഹോട്ടലിൽ തന്നെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നാട്ടിലുള്ളൂ. അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് കാണാം. ഗൈസ്, ഞാൻ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനിലെത്തി. ഇവിടെ ഈ അഡ്രസ്സ് നോക്കിയിട്ട് കാണാമല്ലോ. നമുക്ക് റീച്ച്ഡ് കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിച്ചു. അങ്ങനെ നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് എത്ര രൂപ കിട്ടി നോക്കാം. 20 രൂപയായിരിക്കും. കാരണം തൊട്ടടുത്താണ്. 20 രൂപയ്ക്ക് നമുക്ക് അടുത്ത ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ഇവിടെ നിന്ന് നേരെ ഇനി സിറ്റിക്കകത്തോട്ട് പോകാം. പോണ വഴിക്ക് ഒത്തിരി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. എവിടെന്നെങ്കിലും അടിക്കുമായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും. ഇപ്പോൾ 6 മണിക്ക് ശേഷം നമുക്ക് ഒരു ഓർഡർ ആയതേ ഉള്ളൂ. ഇനി ഒരു 6 ഓർഡറും കൂടെ എടുക്കണം ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഞാൻ ഈസ്റ്റ് ഫോർട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ഓർഡർ അടിച്ച് മദേഴ്സ് വെജ് പ്ലാസയിൽ 73 രൂപയുടെ ഓർഡറാണ്. 50 രൂപ ടിപ്പും കൂടെ ചേർത്താണ് 73 രൂപ. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. മദേഴ്സ് വെജ് പ്ലാസ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡർ പിക്ക് ചെയ്ത് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ തൈക്കാടാണ്. എനിക്കത് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമുക്കിതിൽ മാപ്പ് ഇടാം. എന്നിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് അവിടെ നിന്ന് ഒരു 750 മീറ്ററേ കൊടുക്കാനുള്ള ഒരു 2 മിനിറ്റ്സ് ആണ്. തൊട്ടടുത്താണ്. നോർമലി എനിക്ക് മദേഴ്സ് വെജ് പ്ലാസന്ന് ഇത്ര നേരത്തെ ഓർഡർ കിട്ടൂല. ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഓർഡറും കിട്ടൂല. അവരുടെ ഓർഡർ കാത്ത് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ലൊക്കേഷനിൽ പോയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 23 രൂപ നമ്മൾ ഇവിടെ വരെ വന്നതിനും പിന്നെ 50 രൂപ കസ്റ്റമർ ടിപ്പ് വന്നപ്പോൾ നമ്മൾ ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. മണി 7 ആയി. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നല്ല ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഗൈസ്, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ച് KFC-യിലാണ് ഓർഡർ. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെ ഓർഡർ റെഡി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ റെഡി കണ്ട് അകത്ത് കയറി ചെല്ലുമ്പോൾ അവർ പറയും ഓർഡർ റെഡി ആയിട്ടില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ റെഡി ആവുന്നതാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് അകത്തോട്ട് കയറി പോവാം. അങ്ങനെ ഗൈസ്, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓർഡർ പിക്ക് കൊടുക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്.
നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ച ലൊക്കേഷനിലെത്തി നമുക്കിവിടെ റീച്ച് ഡ്രോപ്പ് കൊടുക്കാം. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടിയെന്നൊക്കെ 20 രൂപ ആയിരിക്കും. തൊട്ടടുത്ത് പറഞ്ഞാൽ 21 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് പോയിട്ട് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് കുറച്ച് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കറങ്ങാം. അപ്പോഴത്തേക്കും ഓർഡർ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതായത് എനിക്ക് അപ്പോഴത്തേക്കും അടുത്ത ഓർഡർ അയച്ചാൽ 44 രൂപയുടെ ഓർഡറാണ്. സംസം പാളയത്തിൽ നിന്ന് നമുക്ക് എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സംസം പാളയം വരെ ഇച്ചിരി ദൂരമേ ഉള്ളൂ. എനിക്ക് കിട്ടിയത് 44 രൂപയുടെ ഓർഡറാണ്. അപ്പോൾ എന്തായാലും കൊണ്ട് കൊടുക്കാനുള്ള ഇച്ചിരി ദൂരെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സംസം പാളയത്ത് പോയിട്ട് കാണാം. ഞാൻ ലൊക്കേഷനിലെത്തി സംസം എന്തായാലും ഓർഡർ റെഡിയാണ്. കേട്ടോ 4 മിനിറ്റ്സ് ആകുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡർ റെഡിയായി. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞാൻ ഓർഡർ പിക്ക് ചെയ്തതിന് നമുക്ക് നേരെ ഇത് ശാസ്തമംഗലത്ത് കൊണ്ടുപോയി കൊടുക്കാം. ഗൈസ് നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഗൈസ് ഒരു 8ൻ്റെ പണി കിട്ടി. കസ്റ്റമർ മാപ്പിൽ വെച്ചേക്കുന്ന ലൊക്കേഷനും ഇതിൽ എഴുതി വെച്ചേക്കുന്ന ലൊക്കേഷനും രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ മാപ്പിലെ ലൊക്കേഷൻ നോക്കി ഇവിടെ എത്തി. കസ്റ്റമറിനെ വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. ഇത് ഈ ലൈനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ എൻ്റെ വീട് കണ്ടുപിടിച്ച് കൊടുത്തോ, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ചൂടായി. നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെ മാത്രമേ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അവിടെ ചേഞ്ച് അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാപ്പിൽ പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും കൂടെ കൊടുക്കണം. അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ എന്നെ കട്ട് ചെയ്തിട്ട് പോയി. ഇനി ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. എന്താവോ എന്നറിയത്തില്ല. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അതിലൊന്ന് മാപ്പിലൊന്ന് പിൻ ചെയ്യുമോ നിങ്ങളുടെ ലൊക്കേഷൻ, എന്നിട്ട് ഞാൻ ആ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാവോ? ഐ എം ഓൾസോ സോ സോറി, ഐ കാൻ ഡു ദാറ്റ്. ലൈക്ക് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ലൊക്കേഷൻ നിങ്ങൾ വെച്ച ലൊക്കേഷനിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ മാപ്പ് നിങ്ങൾ പിൻ ചെയ്തേക്കുന്ന വേറെ ആയിരിക്കാം. എൻ്റെ അടുത്ത് ചൂടായിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും നിങ്ങൾ വെക്കുമ്പോഴത്തേക്ക് ഇന്ന് എന്തെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ മാപ്പ് മാറിക്കാണോ, അതിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മാപ്പ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രമേ അത് എനിക്കും ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു ഹാവ് ടു ചേഞ്ച് ദാറ്റ്. എന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. നിങ്ങൾ വെച്ച ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും അവിടെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ക്യാൻസൽ ചെയ്യുക. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്ന ലൊക്കേഷനിൽ ഞാൻ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിൽ നിൽപ്പുണ്ട്. നിങ്ങൾ വേറെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ കാശൊന്നും കിട്ടത്തില്ല. എനിക്കത് ഓഫ് ചെയ്തിട്ട് വരാനും പറ്റത്തില്ല. എന്ത് ചെയ്യാനാണ്? പുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഒന്നാതെ വയ്യാഞ്ഞിട്ടാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു 2.5 മിനിറ്റ് ബാക്കിയുണ്ട്. വെയിറ്റ് ചെയ്യാം. എൻ്റെ അടുത്ത് കിടന്ന് വെച്ചാൽ നിങ്ങളിപ്പം ലൊക്കേഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും വയ്ക്കണം. നിങ്ങൾ മാപ്പ് പിന്നെ എന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാപ്പ് അനുസരിച്ച് എനിക്ക് വരാൻ പറ്റും. എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. ലൊക്കേഷൻ അയച്ചു തന്നു. ആ ലൈവ് ലൊക്കേഷനാണ് നിങ്ങൾ എനിക്ക് ആ ചാറ്റിൽ ഷെയർ ചെയ്തത്. ആ ചാറ്റിൽ ഷെയർ ചെയ്ത ലൊക്കേഷനും സെയിം, ഞാൻ നിൽക്കുന്ന ലൊക്കേഷനും സെയിം ആണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തൊക്കെയോ നടക്കുന്നു. അവർക്ക് തന്നെ ഒരു ബോധമല്ല. ഇതിപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ 3ാമത്തെ ആളുടെ അടുത്താണ് സംസാരിക്കണം. 3 പേർക്കും ഒരു പിടിയുമില്ല. അവർ എനിക്കൊരു ചാറ്റിൽ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചിട്ട് ലൈവ് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ലൈവ് ലൊക്കേഷൻ അയച്ചു തന്നത് ഞാൻ നിന്ന സ്ഥലത്ത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇനി അവർ ക്യാൻസൽ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ക്യാൻസൽ ചെയ്യട്ടെ. ഇന്ന് ഞാൻ 7 ഓർഡർ എടുക്കണമെന്നാണ് വിചാരിച്ചത്. എന്നാലേ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ഇപ്പം തന്നെ മണി 8:45 എങ്ങാണ്ടായി. ഞാൻ ഒരു 45 മിനിറ്റ്സ് ആയിട്ട് ഈ ഓർഡറിൻ്റെ പുറകെയാണ്. ഇന്നത്തെ ദിവസം പോയി കിട്ടും. ഇങ്ങനെ ഗൈസ് അടുത്ത ഓർഡർ അടിച്ച് 65 രൂപയുടെ ഓർഡറാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി എന്തായാലും റീച്ച് കൊടുക്കാം. ഓർഡർ റെഡിയായി. 1 മിനിറ്റും കൂടെ എടുക്കും. അപ്പോഴേക്ക് സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഗൈസ് അങ്ങനെ ആ ഓർഡറും റെഡിയായി. ഞാൻ പോയി പിക്ക് ചെയ്തു. ഓർഡർ പിക്ഡ് കൊടുക്കാം. നമുക്കിത് കൊണ്ട് കൊടുക്കാനുള്ള വലിയ ശാലയാണ്. ഇവിടെ നിന്ന് അടുത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ കൂടെ ഇവൻ ജോയിൻ ചെയ്തു. ഞാൻ സ്ട്രെസ്ഡായ സമയത്ത് എന്നെ കുറച്ചുകൂടെ സ്ട്രെസ്സാക്കാനും സ്ട്രെസ് ഫ്രീ ആക്കാനും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. പുള്ളി എൻ്റെ അടുത്ത് കുറേ റൂഡായിട്ട് സംസാരിച്ചു. അങ്ങനെ പുള്ളി ക്യാൻസൽ ചെയ്യാൻ പറയുമ്പോൾ പുള്ളിക്ക് ക്യാൻസൽ ചെയ്യാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കസ്റ്റമർ കെയറിൽ അവനൊരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു.
അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു മെസ്സേജിൽ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് കസ്റ്റമർ കെയർ എനിക്ക് വീണ്ടും അയച്ചത്. അങ്ങനെ വീണ്ടും ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് മൂന്നാമത്തെ ആളുടെ അടുത്താണ് സംസാരിച്ചത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു കസ്റ്റമറിന് കോൺടാക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിട്ട് കസ്റ്റമർ സൗകര്യം ഇല്ലെന്ന് എന്താ പറഞ്ഞത് തോന്നുന്നു ലൊക്കേഷൻ അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ അവൾ പറഞ്ഞു അവൾ തന്നെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇത് വന്നു. ഞാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഈ ക്യാൻസൽ ചെയ്ത ഓർഡർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആ ഇൻ്റർഫേസിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് പോപ്പപ്പ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ എന്തോ കാശൊന്നും കുറവായിരിക്കും ക്യാൻസൽ ചെയ്ത ഓർഡറിന്. അങ്ങനെ ഒരാൾക്ക് ഓർഡർ അടിച്ചു. പാളയത്തായിരുന്നു കൊടുക്കാനുള്ളത്. അങ്ങനെ ഞാൻ പാളയത്ത് പോകാൻ നേരത്ത് ആ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലൊക്കേഷൻ ചെറിയ ചേഞ്ച് ഉണ്ട്. പുള്ളിയും അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കിളി പറഞ്ഞു. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു 45 മിനിറ്റ് വേസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ആപ്പിലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെട്ടു. എന്തോന്ന് അവന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കസ്റ്റമർ കെയറിനെ വിളിക്കാൻ പറഞ്ഞു. കസ്റ്റമർ കെയറിനെ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി ഏത് ലൊക്കേഷനിലാണോ വെച്ചേക്കുന്നത് ആ ലൊക്കേഷനിൽ വരാം, അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് കഴിച്ചു. ഇന്ന് ആകപ്പാടെ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. ഞാൻ ഇത്രയും നാൾ സൊമാറ്റോ ഓടിയിട്ട് അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ സ്ട്രെസ്ഡ് ആയിപ്പോയി. എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ആദ്യമൊക്കെ ഞാൻ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂഡായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. രണ്ടാമത് പുള്ളിയെ ഞാൻ ഓക്കെ ഒന്നുകൂടെ വിളിച്ച് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വീണ്ടും റൂഡായി. ആദ്യം വിളിച്ചപ്പോൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനിൽ വന്ന് നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത് ഞാൻ ഡെലിവേർഡ് ഓർഡർ കൊടുക്കുക. എത്ര രൂപ കിട്ടി നോക്കാം. 72 രൂപ. ശരി അടുത്ത ഗോ ടു നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവനെ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ വലിയ വഴക്ക്. തമ്പാനോ നിൽക്കാൻ പറഞ്ഞപ്പോൾ പാളയത്ത് പോയി നിൽക്കണം. ഒരു അനുസരണയില്ലാത്ത ചെറുക്കൻ. അങ്ങനെ അത് പറഞ്ഞ് അത് പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കായി. ഇങ്ങനെ ഒരു വഴക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സ്ട്രെസ് ഫ്രീ ആയിട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്വീറ്റ് ആൻഡ് സ്പൈസിന്ന് എന്തായാലും നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 22 രൂപയുടെ ഓർഡറാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ചുകൂടെ ദൂരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗായ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ ഓർഡർ റെഡി ആവാൻ 4 മിനിറ്റ് എടുക്കും. ഗായ്സ് അങ്ങനെ ഓർഡർ റെഡി ആയി നമുക്ക് പോയി പിക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ലേറ്റായി. എന്തായാലും ഇവിടെ ഓർഡർ റെഡി ആയിട്ടില്ല, എടുക്കാം. അങ്ങനെ ഇത് കൊണ്ടു കൊടുക്കാനുള്ള ലൊക്കേഷനും വഴുതക്കാടാണ്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയാണ് 22 രൂപയുടെ ഓർഡറാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. റീച്ച് ഡ്രോപ്പ് കൊടുക്കാൻ എന്നിട്ട് കസ്റ്റമറിനെ വിളിക്കും. നമ്മൾ അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് എത്ര രൂപ കിട്ടി നോക്കാം. 22 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. തൊട്ടടുത്തായിരുന്നു, അതുകൊണ്ടാണ് 22 രൂപ കിട്ടിയത്. അങ്ങനെ ഇനി ഒരു ഓർഡറും കൂടെ കിട്ടിയാലേ നമുക്ക് ഇന്നത്തെ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുമോ നോക്കാം. കിട്ടി. ഗായ്സ് അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്ന സ്റ്റീം പോട്ട് റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇവിടെ നിന്ന് കുറച്ചടുത്താണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. 33 രൂപയുടെ ഓർഡറാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. അതിൻ്റെ തൊട്ടടുത്ത് ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി എടുക്കാം. നമ്മളങ്ങനെ ഓർഡർ എടുത്തു കഴിഞ്ഞു. നമുക്ക് അടുത്ത് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പട്ടം എന്നാണ് തോന്നുന്നത്. പട്ടമാണ് കൊടുക്കാനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പട്ടത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി റീച്ച്ഡ് കൊടുക്കാം. നമ്മളങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്തത് നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 33 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഗോ ടു നെക്സ്റ്റ് ഓർഡർ എടുക്കാം. ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ പാറ്റൂരാണ് നിൽക്കണം. ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇനി ഒരു ഓർഡറിനും കൂടെ ഉള്ള സമയമുണ്ട്. കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 10 മിനിറ്റ് എന്തോ ബാക്കിയുണ്ട്. കിട്ടുവാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്കിനി എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം. നമുക്ക് ഇത്രയും നേരം നിന്നിട്ട് വേറെ ഓർഡറൊന്നും അടിച്ചില്ല. നമ്മൾ കുറേ നേരം കറങ്ങി, പക്ഷെ ഓർഡറൊന്നും അടിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇന്നത്തെ എമൗണ്ടും ഇൻസെൻറ്റീവും ടൈമും എല്ലാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഒരു 10:15 ആയപ്പോൾ ഞാൻ വീട്ടിൽ എത്തി. അവ അതുവഴി വീട്ടിൽ പോയി. അപ്പം ഇന്ന് നമുക്ക് സൺഡേ ഈവനിങ് പോയാൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. ആക്ച്വലി ഇതിൽ നിന്ന് കൂടുതൽ എമൗണ്ട് കിട്ടുമായിരുന്നു. ആ പുള്ളിയായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഏർണിങ്സ് എത്രയാണെന്ന് കാണാം. ഇന്നത്തെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 411 രൂപയാണ്. നമ്മൾ 9 ഓർഡേഴ്സ് എടുത്ത് 3 അവറും 8 മിനിറ്റും വർക്ക് ചെയ്ത്. ഓർഡർ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 261 രൂപയാണ്. പിന്നെ ഇൻസെൻറ്റീവ് അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ 411 നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് എനിക്കൊരു 150 രൂപ ടിപ്പായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ 3 മണിക്കൂർ 8 മിനിറ്റാണ് വർക്ക് ചെയ്തത്. ആ പുള്ളിയായിട്ട് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും 500 എബോ ഉറപ്പായിട്ടും കിട്ടിയാണ്. കാരണം അത്യാവശ്യം ഓർഡർ ഉള്ള ദിവസമാണ് സൺഡേ. ബാക്ക് ടു ബാക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ജിഗ് കഴിയാറായപ്പോഴത്തേക്ക് നമുക്ക് പാറ്റൂർ ഇച്ചിരി അകത്തോട്ടാണ് കിട്ടിയത്. നമ്മളപ്പോൾ തിരിച്ച് റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്തൊക്കെ എത്താനായിട്ട് ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് എന്തോ ആയപ്പോഴാണ് നമ്മൾ ഇച്ചിരി സിറ്റിക്കകത്തോട്ട് എത്തിയത്. അപ്പോഴേക്കും പിന്നെ ജിഗ് ഓവറായി നമ്മൾ നിർത്തി. നമ്മൾ ഇന്ന് കറക്റ്റ് ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓർഡർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പുള്ളിയായിട്ട് പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഒരു 2 ഓർഡറും കൂടെ എക്സ്ട്രാ കിട്ടിയാണ്. പിന്നെ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ലൊക്കേഷൻ
ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ചുമ്മാ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലെന്താണോ കാണിക്കുന്നത് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറി ചേഞ്ച് ചെയ്യുക. ഇപ്പം ചുമ്മാ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ടൈമും പോകും, നമ്മുടെയും ടൈം പോകും. ഇപ്പം എനിക്കൊരു 45 മിനിറ്റ് ഇന്നത്തെ ദിവസം വെറുതെ ആ സമയം കൂടെ ഉണ്ടായിരുന്ന എനിക്ക് എക്സ്ട്രാ 2 ഓർഡർ കിട്ടി. ഇതും അപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. ഇത് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ വന്നു. അപ്പോൾ എന്തായാലും ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ